നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ സഞ്ജുവിന്റെ IPL കരിയർ നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിച്ച് വരാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയ സഞ്ജു 2012 സഞ്ജുവിന്റെ തുടക്കം. 2012 17 വയസ്സ് മാത്രം, വെറും 17-കാരനായിരുന്നപ്പോഴാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ സഞ്ജു സാംസൺ IPLന്റെ ഭാഗമാകുന്നത്. KKR സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും അന്തിമ 11-ൽ ഒരിക്കൽ പോലും സഞ്ജുവിന് അന്ന് സ്ഥാനം കിട്ടിയില്ല. അന്ന് നമ്മൾ ഏറെ സങ്കടപ്പെടുകയും ചെയ്തു. സഞ്ജുവിന്റെ IPL കരിയർ അത് മൊത്തത്തിലൊന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് 2012 ഞാൻ സൂചിപ്പിച്ചല്ലോ. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിട്ട സഞ്ജു തൊട്ടടുത്ത സീസണിലാണ് കളം മാറി രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നത്. പിന്നെ അങ്ങോട്ട് ജീവിതം റോയൽ ആവുകയാണ്. 2013 മുതൽ 2015 വരെ രാജസ്ഥാൻ ജേഴ്സിയിലാണ് സഞ്ജു കളിച്ചത്. അതോടൊപ്പം തന്നെ അതിനിടയിൽ വന്ന ഒരു കോഴക്കേസ് ഓർമ്മയുണ്ടാവുമല്ലോ, IPL കോഴക്കേസിനെ തുടർന്ന് രാജസ്ഥാൻ റോയൽസിനെ IPLൽ നിന്ന് 2 വർഷം വിലക്കിയപ്പോൾ നമ്മുടെ സഞ്ജുവിന് മാറേണ്ടി വന്നു. അപ്പോൾ സഞ്ജു പോയത് രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്കാണ്, ഡൽഹി ഡെയർ ഡെവിൾസിന്റെ ഭാഗമായി. പിന്നീട് 2016, 2017 ഈ 2 സീസണിൽ നമ്മൾ ഡെയർ ഡെവിൾസിന്റെ ഭാഗമായിട്ടാണ് സഞ്ജുവിനെ കാണുന്നത്. രാജസ്ഥാൻ റോയൽസ് തിരിച്ചു വന്ന സീസണിൽ സഞ്ജുവിനെ ടീം അപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു. പിന്നീട് അങ്ങോട്ടാണ് സഞ്ജുവിന്റെ ജീവിതം മാറി മറിയുന്നത്. 2021 മുതൽ രാജസ്ഥാന്റെ നായകനായി ക്രീസിലെത്തുന്ന സഞ്ജു സാംസണെയാണ് നമ്മൾ കാണുന്നത്. മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്റ്റാറ്റസ് തന്നെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, IPL കരിയറിലെ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആകെ കളിച്ചിരിക്കുന്നത് 172 ഇന്നിംഗ്സുകളാണ്. അതിൽ 4704 റൺസുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 119 ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ശരാശരി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30.95, 26 അർദ്ധ സെഞ്ചുറികൾ, 3 സെഞ്ചുറികൾ, ഇതെല്ലാം സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചതാണ്. സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 139.05 ആണ്. വിക്കറ്റിന് പിന്നിലുള്ള മികച്ച പ്രകടനം അതാണ് സഞ്ജുവിനെ തലയുടെ പിൻഗാമിയായിട്ട് നമ്മൾ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം. നോക്കൂ, 63 ക്യാച്ച്, 17 സ്റ്റംപിംഗ്. ഫീൽഡ് ക്യാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 23 എണ്ണമാണ് സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിലും മികച്ച ഇന്നിംഗ്സ് തന്നെയാണ് സഞ്ജുവിന്റേത്. ആ ട്രാക്ക് റെക്കോർഡ് കൂടി നമുക്ക് എടുത്തൊന്ന് നോക്കാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു ആകെ നയിച്ചത് 67 മത്സരങ്ങളാണ് കേട്ടോ. അതിൽ ജയവും പരാജയവും ഒക്കെ ഈക്വൽ ആണ്. 23 മത്സരങ്ങളിൽ വിജയം, 33 മത്സരങ്ങളിൽ വിജയം, 33 മത്സരങ്ങളിൽ പരാജയം. എന്നാൽ ഈ പരാജയങ്ങൾക്കപ്പുറം വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് സഞ്ജുവിനുണ്ട്. നായകനായിട്ട് വരുന്ന 2ാമത്തെ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ഫൈനൽ എത്തിച്ചു സഞ്ജു. അതുതന്നെയാണ് സഞ്ജുവിനെയും രാജസ്ഥാൻ റോയൽസിനെയും ചേർത്ത് വെച്ച് നോക്കുമ്പോഴുള്ള പ്രധാന നേട്ടമായി നമുക്ക് പറയാൻ കഴിയുക. രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ, ആ റെക്കോർഡും രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ സീസൺ കളിച്ച താരം, ഈ റെക്കോർഡും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ സഞ്ജു ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പയ്യൻ ചെറിയ ആളല്ല എന്ന് മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് നിങ്ങൾ കമന്റുകളായി പങ്കുവയ്ക്കുക.